ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മണി പ്ലാന്റിൻ്റെ കളക്ഷൻസും അതുണ്ടായ രീതിയും നമ്മൾ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്തതും ഒക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല മനോഹരമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന വളരെ ലോ മെയിൻ്റനൻസ് ഉള്ള ഒരു ചെടിയാണ് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത്. ബുഷി ആയിട്ടും ഹാങ്ങിങ് ആയിട്ടും എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ്. മണി പ്ലാന്റിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് പത്തോസ് വെറൈറ്റി. ശരിക്കും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മണി പ്ലാന്റ് ആണിത്. ഇതിൻ്റെ കളറ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും. ഡാർക്കും ലൈറ്റ് ഗ്രീനും അതുപോലെ തന്നെ വൈറ്റ് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തതാണ്. ഈ ചെടി ബുഷിയായിട്ട് വളർത്താനൊക്കെ നല്ല ഭംഗിയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് പോട്ട് കാണാതെ തന്നെ നല്ല വള്ളിയായിട്ട് നല്ല ബൾക്കായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. മണി പ്ലാന്റിൽ വരുന്ന ഒരു പ്ലാന്റാണ് ഗോൾഡൻ മണി പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇത് നിയോൺ പത്തോസ് ആണ്. പല വെറൈറ്റിയിലുണ്ട്. നല്ല കളറാണ്. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുമാണ്. ഹാങ്ങിങ് ആയിട്ട് വളർത്താം. ഇതിൻ്റെ ഓരോ ലീഫിൻ്റെ അടുത്തുനിന്ന് താഴത്തുനിന്ന് വേരുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കുഴിച്ചിട്ടാലും പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇത് നമ്മുടെ ഫിലഡൻഡ്രോണിൽ വരുന്നൊരു വെറൈറ്റിയാണ്. ബ്രസീലിയൻ ഫിലഡൻഡ്രോൺ ആണ്. രണ്ട് കളർ മിക്സ് ആയിട്ടാണ് ഈ ഒരു ഇല വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നല്ല ഡാർക്കും അതുപോലെ തന്നെ ലൈറ്റ് ഒരു ഗ്രീൻ യെല്ലോ ഷെയ്ഡും കൂടി ചേർന്നതാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. ഇതൊരു വേറെ വെറൈറ്റിയാണ്. മഞ്ജുള എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇതും നമ്മളെ പത്തോസ് വെറൈറ്റി ആയിട്ട് സാമ്യമുണ്ട്. എന്നാൽ ഇതിൻ്റെ ലീഫുകളൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു വേറെ വെറൈറ്റി തന്നെയാണ്. ഇത് നമ്മളടുത്ത് ചെറിയൊരു കഷ്ണമായിരുന്നു. ഇപ്പം നല്ലോണം ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മളെ മണി പ്ലാന്റിൽ വരുന്ന നെക്സ്റ്റ് കളക്ഷനാണ്. മാർബിൾ മണി പ്ലാന്റ് ആണ്. ഇത് നല്ല ഭംഗിയാണ്. നമുക്ക് ഓരോന്ന് കാണുമ്പം വെറൈറ്റി ആയിട്ട് തോന്നുമെങ്കിലും കാഴ്ചയിലൊക്കെ ഒരേപോലെ ആണെങ്കിലും ഓരോന്നിനും ഓരോ ലീഫിനും അതിൻ്റേതായ പ്രത്യേകതകളും. ഇത് നമ്മളൊരു നഴ്സറിയിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു. ചെറിയൊരു കഷ്ണമായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വേറെയും നട്ടിട്ടുണ്ട്. കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് പുതിയ ലീഫുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇത് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് ആണ്. സിൽവർ മണി പ്ലാന്റ്, സാറ്റൻ മണി പ്ലാന്റ് എന്നൊക്കെ ഇതിൻ്റെ പേരുണ്ട്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതിൻ്റെ ഇലകൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു സാറ്റൻ ലൈക്ക് അപ്പിയറൻസ് ആണ്. നല്ല ലൈറ്റും ഒരു ഡാർക്കും ഗ്രീനും ഒരു ഗ്രേ കളർ മിക്സ് ചെയ്ത് വരുന്ന ഒരു മണി പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ സാധാ വെറൈറ്റി ആയിട്ടുള്ള ഒരു മണി പ്ലാന്റ് തന്നെയാണ്. എല്ലാവരുടെ വീട്ടിലും സുലഭമായിട്ട് കാണുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. ഗ്രീനും യെല്ലോയും അതുപോലെ തന്നെ വൈറ്റും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് ഇതിൻ്റെ ലീഫിൻ്റെ കളറ് വരുന്നത്. ഇത് നമ്മൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള മണി പ്ലാന്റ് ആണ്. ചെറിയ ചെറിയ സെറാമിക് പോട്ടുകളിലാണ് ഇത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ചെറിയ പോട്ട് തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വലുപ്പത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നല്ല ബുഷി ആയിട്ട് തന്നെയാണ് വളർത്തിയെടുക്കുന്നത്. ഇതിൽ കൂടുതൽ ലെങ്ത് ആവാതെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെടി വളർത്തുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്താൽ ഇൻഡോറായിട്ട് നമ്മൾ ടേബിളിൽ അതുപോലെ തന്നെ വിൻഡോ സൈഡ് ബാൽക്കണി സൈഡിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഗ്ലാസ് ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് വാട്ടറിലും ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവരാണ് നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണുക. അതുപോലെ തന്നെ ആർച്ചായിട്ടൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ട്രെൻഡാണ്. അതുപോലെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നെ നമ്മൾ ആർച്ച് പോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ബാൽക്കണിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ മണി പ്ലാന്റിൻ്റെ കളക്ഷൻസും അത് വെച്ച് പിടിപ്പിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള രീതി. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമ്മൾ ഇതുപോലെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ നമ്മുടെ ഈ വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.